സുഹൃത്തുക്കളെ, ഇന്നൊരു വിശേഷപ്പെട്ട ദിവസമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. കൂട്ടുകാരൊക്കെ വരാൻ സമയമായി 4 മണിയാകുന്നു. 4 മണിയായി. 3:30 വരുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വരുമായിരിക്കും. അപ്പം അവർ വരുന്ന കൂട്ടത്തിൽ നമുക്ക് എല്ലാവരെയും പരിചയപ്പെടാം. താങ്ക് യു. ഫസ്റ്റ് പാർട്ടി എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ആൾക്കാർ എത്തി. കളിയൻ തലമുടിയൊക്കെ റെഡിയാക്കി വരുന്നുണ്ട്. ഹായ് ബ്രോ. ഹായ് മമ്മി. താങ്ക് യു. കണ്ടോടി നോക്കടി കണ്ടോ ഇങ്ങനെ സ്നേഹമുള്ളവര്. അടുത്തയാള് എത്തി. എങ്ങടെ അയ്യോ കണ്ടോ സാധനം കണ്ടോ. അയ്യോ പൊളിച്ചടാ മുത്ത. ഇതും തുറന്നു കാണിച്ചടാ. ഇത് എടുക്കും. ഇത് മോളമ്മ ഓ പൊളിച്ചടാ ചക്കരെ. ഓസ്ട്രേലിയൻ വൈൻ. മമ്മിയെ താങ്ക് യു ചക്കരെ. അടുത്ത ഐറ്റങ്ങൾ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക്സ് മുട്ടക്കോ. താങ്ക് യു. നിന്നറിയാ സ്വാമിയാണ്. സ്വാമി ചരണം. നിന്നെ പകലെ ഞാൻ വിളിച്ചായിരുന്നു, കിട്ടിയില്ല. അതെ, അത് ചെറിയ വിഷയമായിട്ടിരിക്കുകയാണ്. സ്വാമി ഇതാണോ സ്വാമിയേ. എടാ കണ്ടുപിടിക്കടാ, സ്വാമിയെ കണ്ടുപിടിക്കടാ. എടാ ഇതുണ്ടോ സ്വാമി. അപ്പം ഞങ്ങളുടെ ആഘോഷങ്ങളൊക്കെ തുടങ്ങാറായി. ഒരുമാതിരി കൂട്ടുകാരെല്ലാവരും എത്തി. ലാസ്റ്റ് ഉള്ള എവനും ബിജു എത്തി. എല്ലാവരും വട്ടത്തിലിരുന്ന് എല്ലാവരും ഡിസ്കഷൻ തുടങ്ങി. എങ്ങനെ പരിപാടികൾ കുളവാക്കണമെന്നാന്ന് തോന്നുന്നു. കണ്ടോ ഞങ്ങളുടെ ചങ്ക് മമ്മിയാണ് ഇതിൻ്റെ ലീഡർ. കൂട്ടുകാരിയുടെ അമ്മയാണ്. എല്ലാവരും ആണുങ്ങളും എല്ലാവരും വട്ടത്തിലിരുന്നു. ചർച്ചകൾ തുടങ്ങി. ഇനിയിപ്പം കേക്ക് മുറിക്കുക എന്നുള്ള പരിപാടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ കേക്ക് എത്തി. മിത്രാനെന്ന് എഴുതിയ ഒരു കേക്കും പിന്നെ അമ്മാർ എനിക്കിട്ട് പണിത രാജേഷ് മുട്ട ഉണ്ടോ. ഹാപ്പി ബർത്ത്ഡേ രാജേഷ് മുട്ട എന്നും പറഞ്ഞുകൊണ്ട് കേക്ക് മുറിക്കുന്ന പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ഞങ്ങളുടെ കൂടെയുള്ള ഒരേ ഒരു തിരുമേനി രഞ്ജിത്തിനെ ക്ഷണിച്ചു. ഒരു ചെറിയൊരു പ്രാർത്ഥനയ്ക്കും ആശംസയ്ക്കുമായി അവനെ ക്ഷണിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ ഓളമാണ്. അടിപൊളിയാക്കാനുള്ള പരിപാടികളാണ് എല്ലാവരും. അപ്പം രഞ്ജിത്ത് മുന്നോട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഒരേ പ്രായക്കാരാണെന്ന് വിശ്വസിക്കുന്നു. 2-3 പേരാണ് ഒരു വയസ്സ് വ്യത്യാസമുണ്ട്. റിപ്പോർട്ടായിട്ടുണ്ട്. അതേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വേണ്ടി എല്ലാവരും 9 ആയെന്ന് കണക്കാക്കി രാജേഷ് അപ്പം എല്ലാവർക്കും വേണ്ടി 50ാമത്തെ ആദ്യത്തെ പിറന്നാൾ. അർത്ഥം പറയണം. അപ്പം ഞാൻ എന്റെ ഭാര്യയ്ക്ക് തന്നെ കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അയ്യോ സോറി അമ്മ. അമ്മയ്ക്ക് കൊടുക്കുന്നില്ല. അച്ഛൻ ചെറിയ ടൂറിലാണ്. അങ്ങനെ ഞങ്ങളുടെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞു.
എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്തു. ഇപ്പം മോനാണ് കൊടുക്കുന്നത്, അവനെ എടുക്കാൻ പറ്റും, അവനെടുത്ത് കാരണം അവനെടുക്കണം. എല്ലാവർക്കും ഷെയർ ചെയ്തു കേക്ക്. എല്ലാവരും വളരെ സന്തോഷമായി, എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. അത് അവനെനിക്ക് എൻ്റെ മുട്ടത്തലേ ഉമ്മ വെച്ചു. എല്ലാവരും സ്നേഹം പ്രകടിപ്പിച്ചു, കെട്ടിപ്പിടിച്ചു. ഉമ്മ എന്ന് തന്നെ എല്ലാവരും സ്നേഹം പ്രകടിപ്പിച്ചു. അത് തന്നെ എനിക്ക് ഏറ്റവും വലിയ സമ്മാനമായിരുന്നു. സന്തോഷമായി എല്ലാവരുടെയും സ്നേഹപ്രകടനം. അപ്പം അങ്ങനെയൊക്കെ അതിൻ്റെ ആഘോഷങ്ങളൊക്കെ അങ്ങനെ കേക്ക് സംബന്ധമായ അത് സന്തോഷമായിരുന്നു, വളരെയധികം സന്തോഷമായിരുന്നു. ജീവിതത്തിലെ വലിയൊരു മറക്കാത്ത അനുഭവം തന്നെയായിരുന്നു ഇത്. അത് കഴിഞ്ഞ് വേറൊരു സർപ്രൈസായിട്ടൊരു പരിപാടി, പക്ഷേ അത് എടുത്തില്ല. ഞങ്ങളുടെ മമ്മി എന്ന് പറഞ്ഞ ആളുടെ സർപ്രൈസ് ഇന്നലെയായിരുന്നു, മമ്മിയുടെ ബർത്ത്ഡേ. അതും ഞങ്ങളൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്ത് ഒരു കേക്കൊക്കെ പൊളിച്ച് കേക്ക് മുറിച്ച് കഴിഞ്ഞ് ആദ്യത്തെ കേക്ക് മമ്മി എനിക്ക് തന്നെ തന്നു. അതിൻ്റെ കലിപ്പി നിൽക്കുക മോള്. എനിക്ക് കേക്ക് ആദ്യം തന്നേനെ, മോക്ക് കൊടുത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഞാനും മമ്മി ഭയങ്കര ഇതുണ്ടോ കലിപ്പിച്ച് നിൽക്കുന്നുണ്ടോ. പുള്ളിക്ക് നിഷയുടെ മമ്മിയാണ്. എന്തായാലും ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും കൊച്ചു പെണ്ണാണ് ഞങ്ങളുടെ മമ്മി. കണ്ടോ സംഭവം, പരിപാടികൾ ഞങ്ങൾ എല്ലാം അടിപൊളിയാക്കാൻ തുടങ്ങി. മമ്മി തന്നെ എല്ലാം അതിനുള്ള തയ്യാറെടുപ്പൊക്കെ ആദ്യം തന്നെ ചെയ്തു, എല്ലാത്തിനും പ്രാർത്ഥനയോടുകൂടി. അവിടുത്തെ പിന്നെ ആഘോഷങ്ങളുടെ ഒരു പെരുമഴയായിരുന്നു. മമ്മിയുടെ പാട്ട കണ്ടോ, എല്ലാവരും കൊച്ചുവനൊക്കെ ഗിത്താറെടുത്ത് എല്ലാവരും ഓളം മൂടിലോട്ടായി. ഫുഡൊക്കെ തുടങ്ങി. ഞങ്ങൾ ഫുഡെല്ലാം എടുത്തു, എല്ലാം അടിച്ച് പൊളിച്ച്. പിന്നെ പാട്ടായി, ബഹളമായി. മമ്മിയാണ് എല്ലാത്തിനും ലീഡ് ചെയ്തത്. അങ്ങനെ എൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ അടിപൊളിയാക്കി. കണ്ടോ എല്ലാവരും ഫുഡ് കഴിക്കുന്ന എടുത്തില്ല കേട്ടോ. കപ്പയും മീനും ബീഫും ഒക്കെ അടിപൊളിയാക്കിയിരുന്നു. അത് ഫുഡ് എടുക്കാൻ പറ്റിയില്ല. അതെങ്ങനെ മമ്മിയുടെ പ്രകടനം അല്ലായിരുന്നു അത് കഴിഞ്ഞാണ്ടോ, കൊളുത്തിയില്ലേ. സംഗൃത പമകരി തങ്കത്തുങ്കത്തതികിന ദിംഗൃത ദിമികിട മേളം തകഗന്ധരി സരിഗമദക്കിടജത്ത തിന്ദിമികിട ദിംദിമി താളംഗൃത താളം സംഗൃത പമകരി തങ്കത്തുങ്കത്തതികിന ദിംഗൃത. അത് കഴിഞ്ഞ് അടുത്തയാൾ പാടാൻ തുടങ്ങി, റെജിയുടെ സ്ഥിരം ഞങ്ങളുടെ ഗ്യാങ്ങിലെ പാട്ടായ സംഗൃത പമകരി തന്നെ അടിച്ചു എല്ലാവരും. അപ്പം നേരം ഒക്കെ ഇരുട്ടി കേട്ടോ. ആ സമയമായപ്പം എല്ലാവരും നല്ല മൂഡിലായി. എല്ലാവരും ഫുഡൊക്കെ കഴിഞ്ഞ് ചിലക്കൊക്കെ ദൂരെയൊക്കെ പോകേണ്ടവരുണ്ടോ, ഒക്കെ പോകുന്നതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാനൊക്കെ തുടങ്ങി. എന്നാലും മേളം കൊഴുത്തുകൊണ്ടേയിരുന്നു. എന്തായാലും എൻ്റെ ജീവിതത്തിലെ വലിയൊരു സംഭവം അടിച്ചു പൊളിയാക്കി തന്നു. അയ്യോടാ എന്നതാടാ അളിയാ, അതെ ഇത്രേ ഉള്ളൂ. അതിനുശേഷമായിരുന്നു ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട ഒരു വിരുന്ന് അവരൊരുക്കി തന്നത്. ഞങ്ങൾ പെൺകുട്ടികളെല്ലാം പോയി കഴിഞ്ഞിട്ട് ആണുങ്ങളെല്ലാവരും പയ്യെ വെളിയിലോട്ടിറങ്ങി സദ്യ പോകാനൊരുങ്ങി. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും വെളിയിലോട്ടിറങ്ങി. ബിജുവിൻ്റെ വക മനോഹരമായ ഒരു ഗാനാലാപനം. ഞങ്ങളുടെ ആ ആംബിയൻസ് എല്ലാം അടിപൊളിയായിരുന്നു. ഞങ്ങൾ പുറത്തോട്ടിരുന്നു, അങ്ങോട്ടിരുന്നു. എന്ത് സുഖമായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിനകത്ത് ഹൈലൈറ്റ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും താങ്ക്സ്, എൻജോയ്. താങ്ക് യു. എല്ലാവരും എന്നെ സന്തോഷിപ്പിച്ചു. താങ്ക് യു.